ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ലാത്ത ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്നും പറയുന്നത്. 1967 ചിത്രം ഇറങ്ങിയത്. അത് സത്യൻ, അന്തരിച്ച മഹാനടൻ സത്യന്റെ സഹോദരൻ എം നേശനാണ് സതീഷ് ഫിലിംസിന്റെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണ്. എം നേശനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് കുറേയേറെ പ്രത്യേകതകളുള്ള ഒരു സിനിമയായിരുന്നു. ഇന്ന് പലരും പേര് പോലും കേട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. പേര് കേട്ടിട്ടുണ്ടാകും, പക്ഷെ ആ ചിത്രത്തെക്കുറിച്ച് ഞാൻ പലരോടും, പ്രായമുള്ള എൻ്റെ തലമുറയിലും അതിൻ്റെ അപ്പുറത്തുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് പലർക്കും അതിനെക്കുറിച്ചുള്ള ഓർമ്മകളില്ല, ഇല്ല, കണ്ടിട്ടില്ല, ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ പടത്തെക്കുറിച്ച് ഒന്ന് പറയാമെന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പടം തുടങ്ങുമ്പോൾ ഒരു ജീപ്പില് സത്യന്റെ കൂട്ടുകാരൻ, ചെറുപ്പമാണ് കുറെ കൂടെ, PJ ആന്റണിയും, ഇവർ രണ്ടുപേരും, PJ ആന്റണി യുവാവായിട്ടുള്ള സമയത്താണ്, PJ ആന്റണിയും സത്യനും കൂടെ ഒരു ജീപ്പ് ഓടിച്ചു വരുവാണ്. അവർ വളരെ സന്തോഷമായിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. ഭാസ്കരൻ മാഷ് രചിച്ച് ചിദംബരനാഥ് മ്യൂസിക് കൊടുത്തിരുന്ന ചിത്രമായിരുന്നു ഇത്. നല്ല പാട്ടുകളായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഇപ്പൊ ഇവർ ഈ പാടിക്കൊണ്ട് വരുന്ന പാട്ടെന്ന് പറഞ്ഞാൽ, ഒരു മലയുടെ താഴ്വരയിൽ ഒരു കാട്ടാറിൻ കരയിൽ, രസമുള്ള സങ്കല്പമാണ്. താമസിക്കാൻ മോഹമെനിക്കൊരു താപസനെ പോലെ. നല്ല രസമായിരിക്കും. കാട്, കുളിര്, കാട്ടാറ്, കാട്ടരുവി, സംഗീതം പൊഴിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഇവിടെ ഒരു താപസനെ പോലെ, സർവ്വസംഘപരിത്യാഗിയായി തപസ് ചെയ്യുന്ന ഒരാളെ പോലെ താമസിക്കാൻ എനിക്ക് മോഹം എന്നൊക്കെ പറഞ്ഞ് ഭാസ്കര മാഷ നല്ല ഉജ്ജ്വലമായിട്ടുള്ള രചനയാണ്. ഈ പാട്ടുമൊക്കെ പാടി അവര് നല്ല എൻജോയ് ചെയ്ത്, പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇവര് കാട്ടിൽ വരുവാണ്. അവർ വന്നിട്ട് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുന്ന, ഇടിഞ്ഞു പൊളിഞ്ഞെന്നുള്ള, ആരും താമസമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഴിയുന്ന ഒരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിന്റെ വാതൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതിൽ പണ്ടെന്നോ എന്നോ ഒരു കാലത്ത്, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണ്, അധികം വ്യക്തമല്ലാത്ത രീതിയിൽ ഏതോ പിള്ളേരായിരിക്കും അല്ലെങ്കിൽ ആരോ എഴുതിയിട്ടിരിക്കുന്ന, കരി കൊണ്ട് എഴുതിയിട്ടിരിക്കുന്ന ഒരു പേര്, ഒരു ഇത് വായിക്കാം: ചെകുത്താന്റെ കോട്ട. ആ ചെകുത്താന്റെ കോട്ട എന്നുള്ളതാണ് ഈ സിനിമയുടെ ടൈറ്റില്. ഇവർക്ക് അവിടെ വനപ്രദേശത്ത് താമസിക്കാനായിട്ട് പ്രത്യേക സൗകര്യങ്ങളൊന്നുമില്ല. ഈ സത്യനും PJ ആന്റണിയും മറ്റൊക്കെ, സത്യൻ രഹസ്യാന്വേഷണ വകുപ്പിലെ സാമ്പത്തിക കുറ്റങ്ങളും ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു വകുപ്പിലെ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഈ ഇവർ വരുന്നിരിക്കുന്ന വനപ്രദേശമാണ്. ആ വനപ്രദേശം കേന്ദ്രീകരിച്ച് മയക്കുമരുന്നിന്റെയും കള്ളനോട്ട്, കള്ളസ്വർണം, ഇതിന്റെയൊക്കെ വ്യാപാരം നടക്കുന്നു, അല്ലെങ്കിൽ ഏർപ്പാടുകൾ നടക്കുന്നു. അതൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സങ്കേതം അവിടെ ഉണ്ട്. അതിന്റെ ആരാണ് അതിന്റെ ഓണർ എന്നല്ലേ, ആരുടെ ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ച് ഇവരെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സത്യൻ വന്നിരിക്കുന്നത്. പക്ഷെ സത്യൻ ഒരു സമ്പന്നനായ ചെറുപ്പക്കാരനാണ്. അവിടെ കാട് വെട്ടിത്തെളിച്ച് റബ്ബർ കൃഷി ചെയ്യാനാണ് താൻ വന്നിരിക്കുന്നതെന്നുള്ള ഒരു വ്യാജേനയാണ് ഈ സത്യനും PJ ആന്റണിയും കൂടെ അവിടെ എത്തുന്നത്. ഇവരെന്താണേലും അവിടെ ഒരു ഹോണ്ടഡ്, ഒരു അബാൻഡൻഡ് ഒരു വീട്, ഹോണ്ടഡ് നല്ലൊരു അബാൻഡൻഡ് വീടുണ്ട്. ആ വീട് പൊതുവെ ഭയങ്കര ഹോണ്ടഡ് ആണെന്നാണ് അറിയപ്പെടുന്നത്. നാട്ടുകാർ പലരും പറയുന്ന, അവിടെ പണ്ടെന്നൊരു യുവതി മരിച്ചിട്ടുണ്ട്, അവളുടെ പ്രേതം അതിലേക്ക് നടക്കുന്നുണ്ട്. രാത്രിയിൽ എന്താണേലും ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കാം. ചില വിചിത്രമായിട്ടുള്ള രൂപങ്ങൾ, അസ്ഥികൂടങ്ങൾ, ഇതൊക്കെ നടന്നു പോകുന്നതും അന്തരീക്ഷത്തിൽ കൂടെ പറന്നു വരുന്നതായിട്ടുള്ള ഇതൊക്കെ കണ്ട ആൾക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെ മൊത്തം പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ആ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയുള്ളത്. അപ്പൊ സത്യന് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ താമസിക്കാം, അന്വേഷിക്കാനായിട്ട് വേറെ ഇവിടെ സ്ഥലമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സത്യൻ അവിടെ കയറി താമസിക്കാനായിട്ടുള്ള ശ്രമമാണ്. ഈ PJ ആന്റണിയും കൂടും. ഇവർ രണ്ടുപേരും കൂടെ അവിടെ കയറി, ഇവർ പറയുന്ന കൂട്ടത്തില് കാടിന്റെ പല ഭാഗത്തു നിന്നും രാത്രിയിൽ ഒരു പെണ്ണിന്റെ ദൈന്യത കലർന്ന ശബ്ദത്തിലുള്ള പാട്ട് കേൾക്കാം, പല പല ശബ്ദങ്ങൾ. ഇതൊക്കെ പറഞ്ഞിട്ട് മൊത്തം ഒരു പേടി ഇവർക്ക് വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇവർ കയറി താമസിക്കാനായിട്ട് തീരുമാനിക്കും. അവിടെ കയറി താമസിക്കും. അപ്പം മൊത്തം ഈ വലിയ കൂറ്റൻ ചിലന്തി വലകളും, വവ്വാല് ശബ്ദത്തോടെ ചിറകടിച്ച് പറക്കുന്ന വവ്വാലുകള്, ഈ പഴയ രീതിയിലുള്ള ഒരു കെട്ടിടം, കട്ടിലും അതിന്റെ മേൽക്കെട്ടി ഇതൊക്കെ ആയിട്ട് അവരെ ഒത്തിരി പൊടിയൊക്കെ പിടിച്ചെടുക്കുന്നത്. ഇവരെന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ഇവിടെ താമസിക്കാം എന്നൊക്കെ തീരുമാനിച്ചിട്ട് അപ്പൊ അവരുടെ പെട്ടി ബാഗും ഒക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടാണ് വരുന്നത്. ചുറ്റുപാടും ഒന്നും നോക്കിക്കളെ എങ്ങനെയുണ്ട് പരിസരം എന്നൊക്കെ അറിയാനായിട്ട് ഇവർ പുറത്തിറങ്ങി ഈ ബംഗ്ലാവിന്റെ ചുറ്റും നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇവര് കാണുന്ന ഇവരുടെ ബാഗിനൊക്കെ തീ വെച്ചിരിക്കുന്നു. ഇവർ തീ പിടിച്ച് കിടക്കുകയാണ്, തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്.
മണിച്ചിത്ര താഴ് ഓർക്കുന്നില്ലേ, അതിൻ്റെ അകത്ത് ഇതുപോലൊരു സീനുണ്ടല്ലോ. അപ്പൊ ഇത് ഇവരെ അത്ഭുതപ്പെട്ടു, ഇത് ആരാണ് ഇവിടെ, ഒരു മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലം, അവിടെ ഈ ബാഗ് ഇങ്ങനെ തീ കത്തുന്നതാണ്. അപ്പൊ സത്യന് സംശയമുണ്ട് ഇത് എന്താണെന്നുള്ളത്. കാരണം തീ ചുമ്മാ അങ്ങനെ കയറി തീ പിടിക്കുകയൊന്നുമില്ലല്ലോ, ഇടിമിന്നലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല. സത്യന് സംശയമാണ്. പക്ഷെ പി ജാനിക്ക് ചെറിയ പേടി തോന്നും. എന്താണല്ലോ ഇവരവിടെ താമസിക്കാൻ തീരുമാനിക്കും. പക്ഷെ ഇവര് കൂട്ടിന് വേണ്ടിയിട്ട്, അല്ല ഒരു രസത്തിന് കമ്പനിക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് അറിയിച്ചിട്ട് അവിടെ നിന്ന് ഇവരുടെ 3 കൂട്ടുകാരെ കൂടെ അങ്ങോട്ട് വരുത്താൻ തീരുമാനിക്കും. ഒന്ന് മധു സാറാണ്. ഈ മധു എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കവിഹൃദയമുള്ള, നന്നായിട്ട് പാട്ട് പാടുന്ന, നന്നായിട്ട് ഗിറ്റാർ വായിക്കുകയൊക്കെ ചെയ്യുന്ന, സംഗീതത്തിലും സാഹിത്യത്തിലും ഒക്കെ വളരെ താല്പര്യമുള്ള, വളരെ എന്താ പറയുക, ഒരു ലോല ഹൃദയനായിട്ടുള്ള, വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ് മധു. പിന്നെ ഉള്ളത് കുറച്ചുകൂടെ പരാക്രമികളായിട്ടുള്ള ശങ്കരാടിയും എസ് പി പിള്ളയാണ്. അവർക്കും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ സത്യന് എല്ലാവരും കൂടെ ആകുമ്പോൾ കുഴപ്പമില്ലോ എന്നുള്ളൊരു മട്ടില് ഇവരവിടെ ഒന്ന് താമസിക്കും. സത്യനും പി ജാനിനെയൊക്കെ പുറത്തു പോവുകയും വേറെ വേറെ റൂട്ടിൽ പോയിട്ട് ഇവരവിടെയൊക്കെ ഇങ്ങനെ നടക്കും. അപ്പൊ അവിടെ വെച്ച് ഒരു പഴയ അംബികയില്ലേ, ഞാൻ അമ്മയെ കാണാനൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആദ്യ കിരണങ്ങൾ അതിലൊക്കെ ഉള്ളതാണ് അംബികയെ അവിടെ വെച്ച് കാണും. അംബിക അവിടുത്തെ അവിടുത്തെ വനവാസി, ആ റീജിയനിൽപ്പെട്ട അവിടുത്തെ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയാണ്. അവളെ കാണും. അവളുമായിട്ട് സത്യൻ ദർശനത്തിൽ തന്നെ പ്രണയം ഉദിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര താല്പര്യം തോന്നും. അവൾക്കും സത്യനോട് താല്പര്യം തോന്നും. അങ്ങനെ ഇവർ തമ്മിൽ പ്രണയബന്ധത്തിലാകപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ ഈ വവ്വാലിന്റെ ശബ്ദവും ചിറകടിച്ചുള്ള പറക്കലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇവർ പുറത്തു പോരുന്ന സമയത്ത് മധുസാറ് അവിടെ നിന്നിട്ട് പുള്ളി ഗിറ്റാർ വായിച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. ഒന്നാന്തരം പാട്ടാണ് ചിദംബരനാഥ് ഭാസ്കരൻ മാഷിന്റെ. മന്ദമന്ദം നേദ്രവന്നൻ മാനസത്തിൻ മണിയറയിൽ. ഗംഭീര പാട്ടാണ്. പാട്ട് യൂട്യൂബിലുണ്ട്. അത് എല്ലാവരും കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം, താല്പര്യം. അതൊന്ന് കേട്ടു നോക്കുക. ഈ പാട്ടുമൊക്കെ പാടി വളരെ എൻജോയ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഒരു ലോലഹൃദയനാണ്. പുള്ളി ഇത് കഴിഞ്ഞ് എന്തോ ഫുഡൊക്കെ കഴിച്ച്, റൊട്ടി അങ്ങനെ എന്തോ കഴിച്ചിട്ട്, റൊട്ടി കഴിച്ചതിൻ്റെ ഫലമായിരിക്കും വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി അടുക്കളയിലെ വെള്ളം എടുക്കാൻ പോയി. ഈ വെള്ളം എടുക്കുമ്പോൾ റൊട്ടി തിന്നോണ്ടിരിക്കുവായിരുന്നു. ഈ മനുഷ്യൻ എന്തോ ശബ്ദം കേട്ട് ഞെട്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു അസ്ഥി കൂടാ കാണുന്നത്. ഈ മനുഷ്യൻ പേടിച്ച് ഹൃദയാഘാതം വന്നിട്ട് മരിക്കുവാണ് സാറ്. ശകലേ ഉള്ളൂ, ഒരു ഗസ്റ്റ് റോൾ പോലൊക്കെ ഒരു പാട്ടുമൊക്കെ ഉണ്ടെന്നുള്ളേ ഉള്ളൂ. അതൊരു വലിയ ഷോക്കായി ബാക്കി എല്ലാവരും കൂടെ വരും. അപ്പോൾ ഈ സത്യനൊക്കെ വന്നിട്ട്, ലോറൻസ് എന്നാണ് സത്യൻ്റെ അതിൽ പേര്, സത്യനൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ ഈ മധു മരിച്ചു കിടക്കുന്നു. ഇയാളുടെ അടുത്ത് ഇയാളുടെ കയ്യിൽ ഇയാൾ കഴിക്കാൻ വെച്ചിരുന്ന ഈ റൊട്ടിയുടെ കഷ്ണം ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യന് ഈ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വിരലുകളിൽ വിടർത്തിയിട്ട് അതിൽ നിന്ന് ഈ റൊട്ടി എടുത്ത് മാറ്റുന്നൊരു സാധനം. ഭയങ്കര രസമുള്ളൊരു സീൻ, മനസ്സിൽ നിന്ന് പോകാത്തൊരു സാധനമാണത്. അപ്പോൾ സത്യൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരും. കാരണം സത്യൻ വിളിച്ചിട്ട് വളരെ, നാട്ടിലായിരുന്നെങ്കിൽ വളരെ സന്തോഷമായിട്ട് പാട്ടുമൊക്കെ പാടി സാഹിത്യം രചിച്ചും വായിച്ചും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകേണ്ടിരുന്നൊരു മനുഷ്യനെ ഇങ്ങോട്ട് വിളിച്ചു, നന്നായിട്ട് സംഗീതം ഇതൊക്കെ ഉള്ളതാണല്ലോ, വിളിച്ചു വരുത്തി താൻ കൊലയ്ക്ക് കൊടുത്തല്ലോ, അല്ലെങ്കിൽ അങ്ങനെ താൻ കാരണം മധു കൊല്ലപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ സത്യന് വലിയ വിഷമം തോന്നുന്നു. അത് ഗംഭീരമായിട്ട് സത്യൻ അഭിനയിച്ചിരിക്കുന്ന ഒരു സീനാണത്. അങ്ങനെ വരും. പക്ഷെ അപ്പോൾ ഇവർക്ക് മനസ്സിലാവുകയും സത്യൻ പറയും, എന്താണല്ലോ ഈ 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും നടക്കല്, ഇത് പ്രേതമല്ല, ഇതിൻ്റെ പുറകിൽ മനുഷ്യനെ ഇതാക്കുന്ന മനുഷ്യർ തന്നെയാണ്, എന്താണെങ്കിലും കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യൻ ഇതിന് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ ഈ 3 പേര് കൂട്ടുകാർ വന്ന് പറഞ്ഞില്ലേ, മധുസാറും എസ് പി പിള്ളയും ശങ്കരാടി, കൂട്ടത്തിലൊരു വേലക്കാരനുണ്ട്, പേടിത്തൊണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി എന്തെങ്കിലും ഒന്ന് ഒച്ച കേട്ടോ എന്ന് വിചാരിച്ചിട്ട് ഗിലുഗില വരയ്ക്കാൻ തുടങ്ങുന്ന ഒരു ബഹദൂറാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. അതും ഈ കോമഡിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്, രസമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ബംഗ്ലാവിൻ്റെ ഒക്കെ കുറെ അങ്ങോട്ട് മാറിയിട്ട് മറ്റൊരു ബംഗ്ലാവുണ്ട്. അവിടെ ഒരു വലിയ സമ്പന്നനായിട്ട് ഒരാളുണ്ട്, JAR ആനന്ദ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവരില്ലേ, സബിത ആനന്ദ് എന്ന് പറഞ്ഞ നടി, സബിതയുടെ വിശിഷ്ട പടത്തിലൊക്കെ വന്നിട്ടുണ്ട്. അടൂരിന്റെ വിധേയനില് തൊമ്മിയുടെ ഭാര്യയായിട്ട് വന്നിരുന്ന സബിതയാണ്. നല്ലൊരു നടിയാണ്, നല്ല കഴിവുള്ള നടിയാണ്. ഈ സബിതയുടെ അച്ഛനാണ് JAR ആനന്ദ്. ആദിവാസി മൂപ്പനായിട്ടൊക്കെ ഒത്തിരി പടങ്ങളിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് ഈ ആനന്ദ്. പുള്ളി വരുന്ന വേഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമായിരുന്നു. ഈ കോടീശ്വരൻ പോലത്തെ ഭയങ്കര ലക്ഷപ്രഭുവായിട്ടുള്ള ധനികനായിട്ടുള്ള എസ്റ്റേറ്റ് ഉടമയ്ക്കായിട്ടുള്ളൊരു വേഷമായിട്ട് വന്നിരുന്നു. അപ്പൊ ഈ കാട്ടിൽ ഇവരൊരിക്കലെ ഈ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ചുറ്റുപാടും കാണാനും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവിടെ
ഒരു അർത്ഥനഗ്നനായിട്ടുള്ള തോർത്ത് പോലെ ഒരു സാധനം മാത്രം കൊടുത്തിട്ട് ഓടിപ്പോകുന്ന ഒരാളെ കാണും. ഇവർ ഒരു കിളവനാണ്, ഒരു ഭയങ്കര വാർദ്ധക്യം വന്നിരിക്കുന്ന താടിയൊക്കെ നീട്ടി ഒരു വളരെ പ്രാകൃത വേഷത്തിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇയാളെ പിടിക്കാൻ നോക്കിയിട്ട് പറ്റില്ല, ഇവർ പുറകെയൊക്കെ പോയി നോക്കും, പറ്റുകയില്ല. അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഇതും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഇയാള് സത്യന്റെ നേതൃത്വത്തിൽ ഇവിടെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാനായിട്ടുള്ള തീരുമാനം, ഇവർ കാട് വെട്ടിത്തെളിക്കാൻ തുടങ്ങും. കാട് വെട്ടിത്തെളിക്കാനായിട്ടുള്ള ശ്രമത്തിനിടയിൽ ഒരു തെളിച്ച് ചെല്ലുമ്പോൾ ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ കള്ളക്കടത്ത് സംഘം, മയക്കുമരുന്നും കള്ളസ്വർണവും ഒക്കെ ആയിട്ടുള്ള ഒരു സംഘം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സംഘത്തിന്റെ ഒരു രഹസ്യ സങ്കേതം ഇവർ കാട് വെട്ടിത്തെളിക്കുന്നതിനിടയ്ക്ക് കണ്ടെത്തും. അങ്ങനെ അവിടെ കയറി ഇടിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ സംഘടന സീനുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇടികൂടിയൊക്കെ പ്രശ്നമായിട്ട് ഇതിൽ നിന്ന് ഒരു രഹസ്യവാതിൽ കണ്ടുപിടിക്കും. ഈ രഹസ്യവാതിൽ ഒരു തുരങ്കത്തിലേക്ക് നയിക്കുന്നു. അവിടുന്ന് നടന്നില്ലപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറൊരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടുത്തെ എസ്റ്റേറ്റ് ഓണർ JAR ആനന്ദാണെന്ന് പറഞ്ഞല്ലോ. ആ ആനന്ദിന്റെ ബംഗ്ലാവിലേക്കുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ആണെന്നുള്ളത് മനസ്സിലാകും. അപ്പൊ അത് ഈ ആനന്ദിന്റെ ബംഗ്ലാവ്, ആനന്ദും ഈ കള്ളസംഘത്തിന്റെ ഗൂഢസംഘത്തിന്റെ നേതാവ് ഈ അവിടുത്തെ ബംഗ്ലാവിന്റെ ഉടമസ്ഥനാണെന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ഇവർ വന്നു കഴിയുമ്പോഴാണ് പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ തുറുകണ്ണുകളൊക്കെ ആയിട്ടൊരു ഭ്രാന്തനെ പോലെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതും ഈ പറഞ്ഞ കക്ഷി തന്നെയാണ്. അപ്പൊ ഈ മുഖംമൂടി മാറ്റി കഴിയുമ്പോഴാണ് ഇത് മുതുകുളൻ രാഘവൻപിള്ളയായിരുന്നു ഈ ഭ്രാന്തനായിട്ട് അഭിനയിച്ചിരുന്ന അയാളായിരുന്നു ഇതിൻ്റെ അകത്ത് ഈ ഗൂഢസംഘത്തിന്റെ നേതാവ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് ഈ കഥകൾ പോകുന്നത്. എന്താണേലും ഇവരെ എല്ലാവരും അപ്പോഴത്തേക്ക് ഇവരുടെ സഹായത്തിനായിട്ട് നേരത്തെ സത്യൻ വിളിച്ച് അറിയിച്ച അനുസരിച്ച് പോലീസുകാർ തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. വെട്ടിപ്പോക പടക്കമാകെ ബഹളമായിട്ട് നന്നായിട്ട് അടി. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇവരെ എല്ലാം കീഴ്പ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് കൂട്ടത്തില് ഈ അംബികയെ ഇതിന് കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം അംബിക ഈ സത്യന്റെ കൂടെ വന്ന PJ ആന്റണിയായിട്ട് ഒരു ലവ് അടിക്കാനൊരു ശ്രമം ഇടയ്ക്ക് നടത്തുന്നൊക്കെ ഉണ്ട്. PJ ആന്റണി ട്രൈ ചെയ്യുന്നതായിട്ടും അംബിക അതിന് സമ്മതം മൂടുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു പെട്ടെന്ന് വശംവദയാകുന്നതായിട്ടുള്ളൊരു സാധനമൊക്കെ ഉണ്ട്. അപ്പൊ അംബിക സത്യനുമായിട്ടുള്ള പ്രണയവും ജെനുവിനായിരുന്നില്ല എന്നുള്ളത് കാരണം. അത് തന്നെയല്ല, അംബിക ഇതിൻ്റെ അകത്ത് കൂട്ടാളിയായിരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് അംബികയും കൂടെ ചേർത്ത് പോലീസിന് കൈമാറുന്നതായിട്ടാണ് ഈ കഥ തീരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും സത്യൻ കുറെ വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറ് കെട്ടി വലിക്കുന്നോ ഇത് ട്രോളി വെച്ചിട്ട് വലിക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പല സ്ഥലത്തു നിന്നായിട്ട് പാട്ട് കിട്ടുന്ന റെക്കോർഡിംഗ് മെഷീനുകളിൽ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ട് നേരത്തെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള പാട്ടുകൾ അവിടെ ശബ്ദങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് അതിൽ നിന്നാണ് ഈ ശബ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന രഹസ്യങ്ങളും ഒക്കെ സത്യൻ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഈ പടം തീരുവാണ്. ഭാസ്കർ മാഷ് രചിച്ച് ചിദംബരനാഥ് മ്യൂസിക് കൊടുത്ത 6 ഗാനങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. 2 പാട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ജാനകി പാടിയ സ്വപ്നം വന്നൻ കാതിൽ ചൊല്ലിയ കൽപ്പിത കഥയിലെ രാജകുമാര എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. പിന്നെ കാനന സദനത്തിൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേറൊരു പാട്ടുണ്ട്. നമ്മുടെ ലതാ രാജു ഉണ്ടല്ലോ, ഞാൻ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, 7 രാത്രികളിലൊക്കെ ലതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലത ചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്, പ്രേമ സ്വപ്നത്തിൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അത് നല്ല നല്ല പാട്ടാണ്. സ്വപ്നം വന്നൻ കാതിൽ ചൊല്ലിയ എന്ന് പറയുന്നത് സങ്കടമായിട്ടുള്ള രീതിയിൽ പീലിയിലെയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അങ്ങനെ 6 പാട്ടുകളായിരുന്നു. ഇത്രയും നല്ല പാട്ടുകൾ. ഞാൻ നേരത്തെ കറുത്ത പൗർണമിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, നല്ല ഗാനങ്ങൾ, അസല് പാട്ടുകൾ വീണ്ടും 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 ഇപ്പോഴും അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് കേൾക്കാൻ ഇഷ്ടം തോന്നുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഈ പടങ്ങളെ ഒന്നും രക്ഷിക്കാൻ പറ്റിയില്ല. ചെകുത്താന്റെ കോട്ടയും അതുപോലത്തെ ഒരു ദുർവിധിയാണ് നേരിടേണ്ടി വന്നത്. അത് സ്ക്രിപ്റ്റ് വളരെ ലൂസായിട്ട് എഴുതിയ പോലെ, സംഭവങ്ങൾ തമ്മിൽ ബന്ധമില്ല, അല്ലെ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു വല്ലാത്ത ഇത്. പലതിനും വിശദീകരണങ്ങളില്ല. ഈ കാട്ടിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഈ സ്പീക്കറൊക്കെ വെച്ചത് ആരാണെന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ അങ്ങനെ മൊത്തം ഒരു അവിശ്വസനീയതയും ഒക്കെ ആയിട്ട് വന്നൊരു പടമായിരുന്നു ചെകുത്താന്റെ കോട്ട എന്ന് പറയുന്നത്. എന്തായാലും സാമ്പത്തികമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് 4 ദിവസവും മറ്റേ അത് കോട്ടയത്തൊക്കെ കളിച്ചുള്ളൂ. അങ്ങനെ വന്ന് മാറിപ്പോയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഏറ്റുമാനേക്ക് വരികയൊക്കെ ചെയ്തു. അങ്ങനെ പാളിപ്പോയ ഒരു പടമായിരുന്നു ഈ ചെകുത്താന്റെ കോട്ട.